الله والصلاة والسلام على من لا نبي بعده. ഇമാം തിർമിദി ഇബ്നു മാജ എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും കമാ യുർസഖു الطير തഗ്ദു ഖിമാസ വതറൂഹു ബിതാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ബരമേൽപ്പിക്കേണ്ട മുറപ്രകാരം ബരമേൽപ്പിക്കുന്നവരാണെങ്കിൽ. തവക്കുൽ എന്നുള്ളത് ദീനിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ട കാര്യമാണ്. ദീനിന്റെ എല്ലാ കാര്യങ്ങളും മടങ്ങുന്നത് രണ്ട് കാര്യത്തിലേക്കാണ്, തൗഹീദിലേക്കും തവക്കുലിലേക്കും. ഏത് കാര്യവും ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാവുക. അതാണ് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്. അപ്പൊ തവക്കുൽ എന്ന് പറഞ്ഞാൽ ഇഅ്തിമാദുൽ ഖൽബി അലല്ലാഹ്, ഖൽബ് അല്ലാഹുവിൽ മാത്രം ആശ്രയിക്കുക എന്നതാണ് തവക്കുൽ എന്ന് പറയുന്നത്. അത് ദീനിന്റെ വിഷയത്തിലും ഉണ്ടാകും, ദുനിയാവിന്റെ വിഷയത്തിലും ഉണ്ടാകും. ദീനിന്റെയും ദുനിയാവിന്റെയും വിഷയങ്ങളിൽ നന്മ വരുത്താനും തിന്മ തടയാനും അല്ലാഹുവിൽ മാത്രം ആശ്രയിക്കുക എന്നതാണ് തവക്കുലിന്റെ തഅരീഫ്. അപ്പൊ നിങ്ങൾ അല്ലാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ ബരമേൽപ്പിക്കുകയാണെങ്കിൽ ലറസഖകും കമാ യുർസഖു الطير, നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടും, പക്ഷികൾക്ക് റിസ്ക് നൽകപ്പെടുന്നത് പോലെ. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ റിസ്ക് തന്നെയാണ്. ഇപ്പൊ നമ്മളെല്ലാവരും രാവിലെ ഒരു ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, കുടുംബം, മക്കൾ, എല്ലാവരുടെയും പ്രധാനപ്പെട്ടൊരു ചിന്ത അത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അള്ളാഹുവിനെ ബരമേൽപ്പിക്കേണ്ട മുറപ്രകാരം ബരമേൽപ്പിക്കാൻ സാധിച്ചാൽ, അതായത് എന്തെങ്കിലും ഒരു സബബിനെ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ പൂർണ്ണമായും ഖൽബ് അള്ളാഹുവിൽ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് റിസ്ക് നൽകപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടും. എന്താ പക്ഷികളുടെ പ്രത്യേകത? എന്താ? തഗ്ദു ഖിമാസ വതറൂഹു ബിതാന. അവർ രാവിലെ കാലിയായ വയറോടുകൂടിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. തിരിച്ചു വരുന്നതോ വൈകുന്നേരം അവർ വയറ് നിറഞ്ഞുകൊണ്ടാണ്. ആ പക്ഷികൾക്ക് അവർക്ക് ഒരു മാസത്തിന്റെ ആദ്യത്തിൽ ലഭിക്കുന്ന ശമ്പളത്തിൽ പ്രതീക്ഷയില്ല. അവർക്ക് കച്ചവടം ചെയ്ത് ലാഭം നേടാനുള്ള കച്ചവട ചരക്കുകളില്ല. അവർ കൃഷി ഇറക്കിയിട്ട് അതിന്റെ വിളവ് കാത്തു നിൽക്കുന്നില്ല. അവർക്ക് ആകെയുള്ളത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ബരമേൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ മനുഷ്യർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് എന്റെ റിസ്ക് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന കാര്യം മറന്നു പോവുകയാണ്. അവരുടെ അസ്ബാബുകൾ എന്താണോ അതിനെ മാത്രം ആശ്രയിക്കുകയാണ്. എന്റെ ശമ്പളത്തിലും എന്റെ കച്ചവടത്തിലും അതിൽ മാത്രം. അങ്ങനെയല്ല, ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം പൂർണ്ണമായും ഖൽബ് അള്ളാഹുവിൽ മാത്രം ബരമേൽപ്പിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അതാണ് ഹഖ്ഖു തവക്കുൽ. അസ്ബാബുകൾ ചെയ്യുന്നതിനോടൊപ്പം അള്ളാഹുവിൽ മാത്രം ബരമേൽപ്പിക്കാൻ. അങ്ങനെ ചെയ്താൽ വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്, അള്ളാഹു അവന് മതിയായവനാവും. അവൻ വിചാരിക്കാത്ത രീതിയിൽ അവന്റെ കാര്യങ്ങൾ അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം അവന് ലഭിക്കും. അതുകൊണ്ട് തവക്കുൽ എന്നുള്ളത് നമ്മൾ പഠിച്ച് ശീലിക്കേണ്ട ഒരു കാര്യമാണ്. തവക്കുലിന്റെ അടിസ്ഥാനം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. കാരണം അള്ളാഹുവിനെ എത്ര അറിയുന്നുവോ അത്രത്തോളമേ ഒരാൾക്ക് അള്ളാഹുവിൽ ബരമേൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഈ വിഷയം, ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അമലാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിൽ വലിയൊരു തുറവി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.